നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാ തീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പമ്പയിലെത്തും. സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. നാളെ രാവിലെ 9:30-ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. VIP-കൾ ഉൾപ്പെടെ 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. സംഗമത്തിൽ 3 സെക്ഷനുകളായാണ് ചർച്ച. സംഗമത്തിലേക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് അയ്യപ്പ ഫാക്ടറിയുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ പ്രതിനിധികൾക്കും താമസ സൗകര്യം, യാത്രാ സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തി. SNDP, NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും. ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയത് ദേവസ്വം ബോർഡാണെന്ന് ആരോപിച്ച് ഐക്യ മലയാളീയ മഹാസഭ പങ്കെടുക്കില്ല. വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോകില്ലെന്ന് യോഗക്ഷേമ സഭ പ്രതികരിച്ചു. നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവാദങ്ങളില്ലാതെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി S. വിജയകുമാർ തത്സമയം പമ്പയിൽ നിന്ന്. S. വിജയകുമാർ, അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി എത്താനുള്ള കാത്തിരിപ്പ്, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? അനുജ, ഇവിടെ നമ്മൾ നിൽക്കുന്നത് പമ്പ ത്രിവേണിയിലാണ്. ഈ ത്രിവേണിയിൽ ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലാണ് നാളെ അയ്യപ്പ സംഗമം നടക്കുന്നത്. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. നമുക്ക് അവർ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഈ പ്രധാനപ്പെട്ട വേദി അതാണ്. ആ വേദിയിലാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഏതാണ്ട് 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന സഭ നടക്കുന്നത് ഇവിടെയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 3 സെഷനുകളാണ് നടക്കുന്നത്. ഒന്ന്, ശബരിമല മാസ്റ്റർ പ്ലാൻ. കഴിഞ്ഞ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി 10-13 വർഷമായി കേരളം ചർച്ച ചെയ്യുന്നതാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ. ഇത്തവണയും ആ ചർച്ച ആ പതിവ് തെറ്റിക്കാതെ അയ്യപ്പ സംഗമത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഒരു കൗതുകം തന്നെ, അനുജ. മറ്റൊന്ന്, ഈ ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റ് ആണ് ഒരു സെഷൻ. മറ്റൊന്നുള്ളത് ഈ പറയുന്ന തീർത്ഥാടക സർക്യൂട്ടുകൾ ബന്ധിപ്പിച്ചുള്ള അല്ലെങ്കിൽ തീർത്ഥാടക കേന്ദ്രങ്ങൾ ചേർത്തു വെച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അങ്ങനെ 3 സെഷനുകൾ നടക്കും. ഈ സെഷനുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു എന്താണ് അന്തിമ റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു റിപ്പോർട്ട് അവതരണം ഈ അവസാന പരിപാടിയായി ഈ വേദിയിൽ പിന്നീട് ദേവസ്വം മന്ത്രി നടത്തുകയും ചെയ്യും. അതാണ് ഈ പരിപാടിയുടെ ആകത്തുക. പക്ഷേ നമ്മൾ ഈ പറയുന്ന പരിപാടിക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ വിഷയത്തിന് കൈവന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്ന് പത്തനംതിട്ടയിലെത്തും. ഈ സമ്മേളന വേദിയിലേക്ക് ഇന്ന് തന്നെ എത്തുമോ എന്നത് അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം ഇവിടേക്ക് വരാം, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്ത് നാളെ രാവിലെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനെത്തും. ലോക അയ്യപ്പ വിശ്വാസികളുടെ സമ്മേളനം എന്ന് പറയുമ്പോഴും ഇത്തവണ നേരത്തെ ഈ ദേവസ്വം ബോർഡ് കരുതിയതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ ഒന്നും വലിയ സാന്നിധ്യമില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും കർണാടക മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നില്ല. അതുപോലെ ആന്ധ്ര, കർണാടക സർക്കാരുകളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ വരുന്നില്ല. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള അയ്യപ്പ വിശ്വാസികൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശത്തു നിന്നുള്ള ഏതാണ്ട് 250ഓളം വരുന്ന പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിക്ക് ശേഷം ഇവർക്ക് ശബരിമല ദർശനത്തിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ജയശങ്കർ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങൾ ധാരാളമുണ്ട്. പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. എന്നാൽ അതിലേതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിൻ്റെ സ്വരം അവർ ഉയർത്തിയിട്ടില്ല. പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇന്നിപ്പോൾ KC വേണുഗോപാൽ ICC ജനറൽ സെക്രട്ടറിയും ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ പശ്ചാത്താപം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന പശ്ചാത്താപത്തോടെ ആയിരിക്കും മുഖ്യമന്ത്രി ഈ വേദിയിലെത്തുക എന്നൊക്കെയാണ് അന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. BJPയും സമാനമായ ചില വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തൽക്കാലം വിമർശനങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ല. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സമയമല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ ഇതിന്മേൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് ഈ അവസാന മണിക്കൂറുകളിലും എന്നതൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ പ്രധാന സംഘാടകരെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം, ദേവസ്വം മന്ത്രിയാണ് അധ്യക്ഷൻ. ഏതാണ്ട് 1 ഡസനോളം വരുന്ന മന്ത്രിമാർ ഈ വേദിയിൽ നാളെ
പരിപാടികളിൽ പ്രസംഗങ്ങൾ ആയിട്ടുണ്ട്, ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗത പ്രസംഗമാണ് നടത്തുന്നത്. അപ്പോൾ അനുജ, ഇതിൽ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ അയ്യപ്പ സംഗമം എന്തൊക്കെ കാര്യങ്ങളിൽ ചർച്ച ചെയ്യും? ഈ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ അവരുടെ പ്രസംഗത്തിൽ പരാമർശ വിഷയമാക്കുമോ എന്നതൊക്കെ ഒരു വലിയ കൗതുകമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. 2 തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് എന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശബരിമല ഒരു ചർച്ചാ വിഷയമായി എന്നതും ഈ ഘട്ടത്തിൽ പ്രത്യേകം പരാമർശ വിഷയവുമാണ്. അനുജ, അതാണ് ആഗോള അയ്യപ്പ സംഗമം നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് SP ജയകുമാർ പമ്പയിൽ നിന്ന് നൽകിയ വിവരം. സ്വർണ്ണപ്പാളി വിവാദത്തിലും അയ്യപ്പ സംഗമത്തിലും നിയമസഭയിലും പുറത്തും ഭരണ പ്രതിപക്ഷ പോര്. അയ്യപ്പന്റെ 4 കിലോ സ്വർണം അടിച്ചു മാറ്റിയവരാണ് സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് VD സതീശൻ ഏറ്റെടുത്തുവെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തുടർച്ചയായ 3 ദിവസവും പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സംഭവം. ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 52(7) പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. കോടതി പരിഗണനയിലുള്ള വിഷയം മുൻപ് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ തിരുത്തി. പ്രതിപക്ഷത്തെ പരിഹസിച്ച് മന്ത്രിമാരായ P രാജീവും MP രാജേഷും. എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ 4 കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ദേവസ്വം ബോർഡ് പിൻവലിച്ചു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രങ്ങളിലെ തനത് ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 24 തിരുവനന്തപുരം. CPIM നേതാവ് KJ ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനുമെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ CPIM. VD സതീശന്റെ ബോംബ് ഇതുപോലത്തെ ബോംബാണെന്ന് കരുതിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്നാണ് KJ ഷൈന്റെ ആരോപണം. KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. KJ ഷൈനും KN ഉണ്ണികൃഷ്ണനുമെതിരെ കേട്ടാലറയ്ക്കുന്ന കള്ളപ്രചരണം നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശൻ ഉണ്ടാക്കിയെടുത്ത ബോംബാണെന്ന് പറയുന്നില്ലെന്നും എന്നാൽ സതീശൻ ഉൾപ്പെട്ട നേതൃത്വത്തിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരമൊരു കാര്യം ചെയ്യില്ലെന്നും MV ഗോവിന്ദൻ. പറവൂർ കേന്ദ്രീകരിച്ചാണ് ആസൂത്രണം നടന്നത്. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരുതരം ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്നാണ് KJ ഷൈന്റെയും ആരോപണം. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതവർ അറിയാതിരിക്കില്ല എന്നാണ് ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. എന്നാൽ ആരോപണം VD സതീശൻ തള്ളി. ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ഓൺലൈൻ മാധ്യമങ്ങൾക്കും കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പേജുകൾക്കും എതിരെയാണ് കേസ്. സൈബർ അധിക്ഷേപത്തിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട്. DGPക്കും മുഖ്യമന്ത്രിക്കും വൈപ്പിൻ ഉൾപ്പെടുന്ന മുനമ്പം DYSPക്കും ആലുവ SPക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതേസമയം KJ ഷൈനിന്റെ പേര് പറയാതെ പോസ്റ്റ് പങ്കുവച്ചുവെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു. 24 കൊച്ചി. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ മണ്ഡലമായ പാലക്കാട്ടെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നീക്കം. നാളെ പാലക്കാട്ടെത്താനാണ് രാഹുലിന്റെയും അനുകൂലിക്കുന്നവരുടെയും തീരുമാനം. രാഹുലിന് മണ്ഡലത്തിൽ വരാൻ ഒരു വിലക്കുമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടതും മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയായിരുന്നു. ഇന്ന് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മണ്ഡലത്തിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കോൺക്ലേവ് ഞായറാഴ്ച പാലക്കാട് നടക്കുന്നുണ്ടെങ്കിലും രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് DCC നേതൃത്വം. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ ഏതു തരത്തിൽ പ്രതിഷേധിക്കണമെന്നതിനെക്കുറിച്ച് BJPയും DYFIയും ആലോചന തുടങ്ങിയിട്ടുണ്ട്. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച VK ശ്രീകണ്ഠൻ MP വീണ്ടും രംഗത്തെത്തി. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹത്തെ പിന്തുണച്ച രമേശ് പിഷാരടിക്കെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നേമം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി, ഷോൺ ജോർജ് എന്നിവർക്ക് മാത്രമേ സീറ്റ് ഉറപ്പുള്ളൂവെന്ന് പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ രംഗത്തെത്തി. 24 എക്സ്ക്ലൂസീവ്. മത്സരിക്കാൻ ആഗ്രഹമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശം. രാജീവ് ചന്ദ്രശേഖർ നേമം കേന്ദ്രീകരിക്കും. എന്നാൽ രാജീവിനും അനൂപ് ആന്റണിക്കും ഷോൺ ജോർജിനും മാത്രമേ സീറ്റ് ഉറപ്പുള്ളൂവെന്നും മറ്റു നേതാക്കൾ ഏതു മണ്ഡലത്തിൽ ശ്രദ്ധിക്കണമെന്ന അറിയിപ്പ് ഇതുവരെ കിട്ടിയില്ല എന്നും വിമർശനമുയർന്നു. പാലക്കാട്, പന്തളം നഗരസഭകൾ നഷ്ടപ്പെടുത്തരുത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളും ഉൾപ്പെടെ നിർബന്ധമായും പിടിക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംവാദം പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചല്ലെന്ന് ഒരു വിഭാഗം വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP ചേർത്തുവെന്ന് പറയുന്ന വോട്ടിന്റെ കണക്ക് വ്യാജമെന്ന് 2 ഏജൻസികൾ നടത്തിയ സർവേ റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അറിയിച്ചു. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഈ പാർട്ടിയിൽ ആരെ വിശ്വസിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ് തുടക്കം മുതൽ നടത്തിയ പ്രതികരണം പക്വതയില്ലാത്തതെന്നായിരുന്നു ഉയർന്ന മറ്റൊരു വിമർശനം. അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കലുങ്ക് സൗഹൃദ സംവാദ പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അധിക്ഷേപിച്ച ഇരിങ്ങാലക്കുട സ്വദേശി ആനന്ദവല്ലിക്ക് പണം നൽകി കരുവന്നൂർ സഹകരണ ബാങ്ക്. ആനന്ദവല്ലി ആവശ്യപ്പെട്ട പണം ബാങ്ക് കൈമാറി. സുരേഷ് ഗോപിയെ കാണുന്നതിന് പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്നാണ് ആനന്ദവല്ലിയുടെ പ്രതികരണം. ED പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. ബുധനാഴ്ച നടന്ന കലുങ്ക് സംവാദ സദസ്സിൽ വെച്ചാണ് സുരേഷ് ഗോപി ആനന്ദവല്ലിയെ അധിക്ഷേപിച്ചത്. സുരേഷ് ഗോപിയെ കാണുന്നതിന് പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നു എന്ന് പണം കിട്ടിയതിനു ശേഷം ആനന്ദവല്ലി പറഞ്ഞു. പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയതിനായിരുന്നു. ആനന്ദവല്ലിയുടെ പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിഹാരമുണ്ടായതെന്ന് CPM പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ പറഞ്ഞു. ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെട്ട മുറയ്ക്ക് ന്യായമായ പരിഹാരം വേണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുള്ളിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ വീട് അറ്റകുറ്റപ്പണികൾക്ക് സഹായം തേടിയെത്തിയ കൊച്ചുവേലായുധനെ മടക്കി അയച്ചതിന് പിന്നാലെയാണ് ഇരിങ്ങാലക്കുടയിൽ ആനന്ദവല്ലി അധിക്ഷേപം നേരിട്ടത്. നാളെയും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംവാദ സദസ്സ് തുടരും. 24 തൃശൂർ. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നതിൽ മാർഗനിർദ്ദേശം വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാനാണ് പരാതി നൽകിയത്. ജലപീരങ്കികളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധജലമാണോ എന്നുറപ്പുവരുത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. സമരങ്ങളിൽ പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് പ്രയോഗിക്കുന്ന ജലപീരങ്കിയിലെ വെള്ളത്തിന് മഞ്ഞയോ മണ്ണിന്റെ നിറമോ ആണ്. ഇത് ഏതെങ്കിലും കുളത്തിലെയോ പൊതുജലാശയത്തിലെയോ വെള്ളമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസ് അവരുടെ ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ആശങ്ക ഉയരുന്നു. ഈ വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാനത്തിന്റെ കൂടി ബാധ്യതയാണ്. സമരം നടത്തുന്ന ആളുകളുടെ മനുഷ്യാവകാശം ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. വിഷയം ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ശക്തമായി വെള്ളം ചീറ്റുമ്പോൾ മൂക്കിൽ കൂടി ജലം കയറാനുള്ള സാധ്യത കൂടുതലാണ്. രോഗഭീഷണിയുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കുളങ്ങളും കിണറുകളും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജലപീരങ്കിയെക്കുറിച്ചുള്ള ആശങ്കയറിയിച്ച് പരാതി. 24 കൊച്ചി. വോട്ടുകൊള്ള നടത്തുന്നവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നു എന്നാവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കാവൽക്കാർ ഉണർന്നിരുന്ന് മോഷണം നിരീക്ഷിക്കുന്നു എന്നാണ് ആരോപണം. ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ ജൻസി പരാമർശം BJP വിവാദമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് കാവൽക്കാർ ഉണർന്നിരുന്നു, മോഷണം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു, കള്ളന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നെന്നും രാഹുൽ ഗാന്ധി. കർണാടകയിലെ ആലന്ദ്, മഹാരാഷ്ട്രയിലെ രജുര മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന രാഹുലിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. തെളിവുകളടക്കം പുറത്തുവിട്ടായിരുന്നു
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും പ്രതികരിച്ചു. അതേസമയം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ഇതിനിടെ രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ജൻസിയും ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വിവാദമാക്കി BJP രംഗത്തെത്തി. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള പരോക്ഷ സൂചനയാണ് ഇതെന്നാണ് ആരോപണം. വോട്ട് കൊള്ളയ്ക്കെതിരായ ഒപ്പുശേഖരണ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആഹ്വാനം ചെയ്തു. I urge all of you to join our Vote Chori signature campaign. Just as every vote counts, every signature counts, every one of your voice standing up for democracy, standing up for the constitutional values which we are fighting for our constitution. 24 Delhi. പുതിയ ജനറൽ സെക്രട്ടറിയെ ചൊല്ലി CPI-യിൽ ഭിന്നത. അമർജിത് കൗറിനെ കേരള ഘടകം പിന്തുണയ്ക്കാൻ ഒരുങ്ങുമ്പോൾ പ്രായപരിധി പിന്നിടുന്ന D. രാജ തുടരണമെന്നാണ് മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെ നിലപാട്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ നടപ്പാക്കിയ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണമെന്നാണ് CPI കേരള ഘടകത്തിന്റെ നിലപാട്. 76 വയസ്സ് പൂർത്തിയാക്കിയ നിലവിലെ ജനറൽ സെക്രട്ടറി D. രാജ സ്ഥാനമൊഴിയണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിർദ്ദേശം. പകരം അമർജിത് കൗറിന്റെ പേരാണ് കേരള ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വനിത ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നത് ചരിത്രപരമായ നീക്കമാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കേരളമൊഴികെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കുന്നതിനോട് വിയോജിപ്പുണ്ട്. തുടരെ നേതൃമാറ്റം ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് ഈ നേതാക്കളുടെ വാദം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ D. രാജ പദവിയിൽ തുടരേണ്ടത് അനിവാര്യമാണെന്നും പ്രായപരിധി കർശനമായി പാലിക്കാൻ പാർട്ടി ഭരണഘടനയിൽ നിർദ്ദേശമില്ലെന്നുമാണ് വാദം. ഘട്ടം ഘട്ടമായുള്ള നേതൃമാറ്റമാണ് നല്ലതെന്നും അതിനാൽ ഇത്തവണ ഒരു ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയെ കൂടി തെരഞ്ഞെടുക്കണമെന്നുമാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം 21-ന് ചണ്ഡീഗഡിൽ ആരംഭിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലാകും ഉണ്ടാവുക. 24 ഡൽഹി. ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനെതിരെ നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം അവതരിപ്പിക്കും. സഭാ സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്ന 29-നോ പിറ്റേ ദിവസമോ ആകും പ്രമേയം അവതരിപ്പിക്കുക. പ്രമേയത്തിന്റെ കരട് തയ്യാറായി. SIR നടപ്പാക്കുന്നതിനുള്ള നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഇതിനെതിരെ സംസ്ഥാന നിയമസഭ ഒറ്റക്കെട്ടായി രംഗത്തെത്തുന്നത്. നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്ന 29-നോ പിറ്റേ ദിവസമോ സഭയിൽ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവുമായി സർക്കാർ കൂടിയാലോചനയും നടത്തി. തീർച്ചയായിട്ടും സർക്കാർ അങ്ങനെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. ഞങ്ങളിതിനെ പൂർണ്ണമായി യോജിക്കും. യോജിച്ച് പ്രമേയം കൊണ്ടുവരും. കേരളത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2002-ലെ പട്ടിക ആധാരമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ഇരുകൂട്ടരും ഒരുപോലെ എതിർക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് SIR-നെതിരെ യോജിച്ച പ്രമേയം പാസാക്കുന്നത്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ UGC-യുടെ കരട് റെഗുലേഷനെതിരെ നിയമസഭ യോജിച്ച പ്രമേയം പാസാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ക്യാമ്പിൽ വീഴ്ചയുണ്ടായോ എന്നതിൽ അന്വേഷണം നടത്താൻ ബറ്റാലിയൻ DIG-ക്ക് നിർദ്ദേശം. ആരോഗ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സമരത്തിനൊരുങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിത. കേസിൽ ഉൾപ്പെട്ടതിന് സ്ഥലം മാറ്റിയ ജീവനക്കാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെടുത്തതിലാണ് പ്രതിഷേധം. കൊച്ചി കളമശ്ശേരിയിൽ യാത്രക്കാരനെ മർദ്ദിച്ച ദീർഘദൂര ബസ് ഡ്രൈവർ അനു ഹർഷ് പിടിയിൽ. മർദ്ദനത്തിൽ കലാശിച്ചത് ബസിന്റെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കം. തൃശൂർ അതിരപ്പള്ളിയിൽ കാലിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സിച്ച് വിട്ടയച്ചു. ചികിത്സ നടത്തിയത് എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘം. കോട്ടയം നഗരത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം. 2 ദിവസത്തിനിടെ 15ഓളം പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ പരുക്കേറ്റു. പാലിയേക്കരയിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കും. ഹൈക്കോടതിയുടെ കർശന ഉപാധികളോടെയാകും പിരിവിന് അനുമതി. ടോൾ നിരക്ക് കൂട്ടിയ രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നവീകരണം മന്ദഗതിയിലായതിന് പിന്നാലെയാണ് പാലിയേക്കരയിലെ ടോൾ പിരിവിന് വിലക്കേർപ്പെടുത്തിയത്. 45 ദിവസത്തെ വിലക്കിന് ശേഷം ഡിവിഷൻ ബെഞ്ച് ടോൾ പിരിവിന് അനുമതി നൽകി. തിങ്കളാഴ്ച ഇടക്കാല ഉത്തരവുണ്ടാകും. തൃശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ടോൾ പിരിവിന് വീണ്ടും വഴിതെളിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് റിപ്പോർട്ട്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ദേശീയപാത അതോറിറ്റിയും കോടതി അറിയിച്ചു. കോടതി ഉത്തരവിന് ശേഷം പുതുക്കിയ നിരക്കിന്റെ അടിസ്ഥാനത്തിലാകും ടോൾ പിരിക്കുക. ഈ വിവരങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.
വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.